എങ്ങോട്ടാണ് മോഹനേഷ് സാറേ ഇത്ര സ്പീഡില്? അഹങ്കാരം, തികഞ്ഞ അഹങ്കാരം, ധിക്കാരം. ആർക്കെനിക്കാ? ഉത്തമനല്ല സത്യഭാമയ്ക്ക്, സത്യഭാമയ്ക്ക് മാത്രമല്ല ലക്ഷ്മിക്കും. സാർ കാര്യം തെളിച്ച് പറ. ഉത്തമൻ ഒരു കല്യാണം കഴിച്ചെന്ന് വിചാരിക്കും. വിചാരിച്ചാ മതി. ഉത്തമൻ ഒരു കല്യാണം കഴിച്ചു. ശരി, വിചാരിച്ചു. ഉത്തമന്റെ ഭാര്യ ഉത്തമനെ എന്ത് വിളിക്കും? അതിപ്പോഴെങ്ങനെ പറയും സാറേ? കല്യാണം കഴിച്ചിട്ടാണെങ്കിൽ കൃത്യമായിട്ട് പറയായിരുന്നു. ഉത്തമന് ഒരു പ്രതീക്ഷ കാണുമല്ലോ. ഭാര്യ ഉത്തമനെ എന്ത് വിളിക്കണമെന്നാണ് ഉത്തമന്റെ ആഗ്രഹം. സത്യം പറയാലോ സാറേ, ഞാന് ആ കാര്യം ഇതുവരെ ആലോചിച്ചിട്ടില്ല. ഒരു പെണ്ണ് കാണുക, അവളെ കല്യാണം കഴിക്കുക, അവളൊരു മര്യാദക്കാരിയായിരിക്കുക, വായ്ക്ക് രുചിയായിട്ട് വല്ലതും വച്ചുണ്ടാക്കി തരിക, ഇത്രയൊക്കെയാണ് എന്റെ ഒരു ആഗ്രഹം. ഈ പറഞ്ഞ 4 കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് അവളെ ചെയ്ത് തരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവളെ ചീത്ത ഒഴിച്ച് എന്നെ എന്തുവേണം വിളിച്ചോട്ടെ. അത് പറ്റില്ലല്ലോ. എന്താ? ആരോടും പറയില്ലെങ്കിൽ ഉത്തമനോട് ഞാനൊരു കാര്യം പറയാം. ഇന്ന് സത്യഭാമ എന്നെ വിളിച്ചെന്നറിയാമോ? എന്താ സാറേ? ആരോടും പറയരുത്. ഇല്ല സാറ് പറ. വക്കീൽ എന്തോന്നാ വിളിച്ചേ? മോഹനകൃഷ്ണ. സാറ് പേര് മാറ്റിയല്ലേ? ഇല്ല. പിന്നെന്താ കുഴപ്പം? സാറേ, സാറിന്റെ മട്ടും ഭാവം ബഹളമൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു വക്കീൽ സാറിനെ ഏതോ പച്ച തെറി വിളിച്ചെന്ന്. ഇതിപ്പോ വക്കീൽ സാറിന്റെ പേര് തന്നെയാണല്ലോ വിളിച്ചത്. പിന്നെന്താ പ്രശ്നം? എന്നാലും ഭാര്യ ഭർത്താവിനെ പേര് വിളിക്കാനൊക്കെ പറഞ്ഞ ഒരു കുഴപ്പമില്ല. സാറിനറിയാമോ, ഞങ്ങളെ നാട്ടിലെ പല പെണ്ണുങ്ങളും ഭർത്താവിനെ വിളിക്കുന്നതേ കൊച്ചിൻ്റെച്ചാ കൊച്ചിൻ്റെച്ചാ എന്നാണ്. എപ്പോഴും ഈ കൊച്ചിൻ്റെച്ചാ കൊച്ചിൻ്റെച്ചാ എന്ന് എടുത്തെടുത്ത് വിളിക്കുമ്പോ അതിലൊരു സംശയത്തിന്റെ അംശം കിടപ്പില്ലേ? അതായത് കൊച്ചിന്റെ അച്ഛൻ നിങ്ങൾ തന്നെയാണെന്ന് ഈ ഭാര്യ ഭർത്താവിനെ പറഞ്ഞു ഉറപ്പിക്കുന്നു. അതുപോലെ തന്നെ ഭർത്താവിന് ഇതെപ്പോഴും കൊച്ചിൻ്റെച്ചാ കൊച്ചിൻ്റെച്ചാ എന്ന് വിളിക്കുമ്പോ തനിക്ക് അർഹതപ്പെടാത്ത എന്തോ ഒരു കുറ്റം ഭാര്യ തന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നതുമായിട്ടൊരു തോന്നൽ വരൂലേ? എന്റെ സാറേ, ഇതിലൊന്നും ഒരു കാര്യവും ഇല്ല. വിളിക്കാൻ എന്തെങ്കിലും ഒന്ന് വേണം. അത് വിളിക്കുന്നവനും കേൾക്കുന്നവനും തൃപ്തിയായാൽ അത് നന്ന്. അത്രേ ഉള്ളൂ. അതുപോരാ, ഭാര്യ ഭർത്താവിനോട് ബഹുമാനം കാണിക്കണം. അത് പറഞ്ഞപ്പോ ലക്ഷ്മിയോട് പറയുക ഇന്ദുലേഖ മാധവനെ പേരാ വിളിക്കുന്നത്. നമ്മുടെ പുത്തമ്പരുടെ സുകുമാരന്റെ മോൾ ഇന്ദുലേഖ. ഇതിനിടയ്ക്ക് അവളുടെ കല്യാണം കുറഞ്ഞു ഈ തേരാപ്പാര നടക്കുന്ന ഞാൻ അറിഞ്ഞില്ലല്ലോ. അക്ഷരം അറിയാത്തവനോട് സാഹിത്യം പറഞ്ഞ് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. സാർ ഇപ്പൊ എങ്ങോട്ട് പോകുന്നെന്ന് പറ. നല്ല വിശപ്പ്. അവളുടെ വഴക്കിട്ട് ഒന്നും കഴിക്കാതെ ഇറങ്ങിയതാ. കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ പോയി 2 ദോശ മേടിച്ച് കഴിക്കണം. സാറന്നില്ലേ, ഈ പ്രശ്നത്തിന്റെ പേരിൽ ചായക്കടയിൽ നിന്ന് ദോശ കഴിക്കാൻ തുടങ്ങിയ എത്ര ദിവസം കഴിക്കും? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വാശിയില് വക്കീല് സാറിനേക്കാള് മോശമാണ്. ഈ പുരുഷായുസ് മുഴുവൻ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിലെ ദോശ തിന്നേണ്ടി വരും. പോയിട്ട് ഇത്ര പെട്ടെന്ന് നിങ്ങൾ പോന്നോ? എന്തു പറ്റി? എനിക്ക് 2 ദോശ വേണം. അപ്പോ ഇവിടുന്നൊന്നും ഇനി കഴിക്കുന്നില്ല എന്ന് പറഞ്ഞതോ? ഒരു വാക്കു പറഞ്ഞാൽ അതിൽ ഉറച്ചു നിക്കണം ആണുങ്ങള്. നീ എന്നെ പേര് വിളിച്ചോണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പോഴും ഞാൻ മോഹനകൃഷ്ണന്റെ പേരാണല്ലോ വിളിക്കുന്നത്. നീ എന്നെ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. നിനക്ക് എന്നെ ബഹുമാനമില്ലാത്തോണ്ടല്ലേ. ഇല്ലാത്ത ബഹുമാനം പറഞ്ഞുണ്ടാക്കാൻ പറ്റൂ. അപ്പോ മോഹനകൃഷ്ണന്റെ കാര്യം മനസ്സിലായി. ഇനിയിപ്പോ എന്താണ് വേണ്ടത്? ദോശ. അച്ചോ, ചുട്ടുവെച്ച ദോശ എടുത്ത് പട്ടിയുടെ പാത്രത്തിൽ ഇട്ടു ഞാൻ. ഇനി എന്തു ചെയ്യും? അല്ല, മോഹനകൃഷ്ണൻ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്.
പിണങ്ങിയോ? നാട്ടുകാരും വീട്ടുകാരെയൊക്കെ മുഴുവൻ വിറപ്പിക്കുന്ന മോഹനകൃഷ്ണൻ സാറ് ഇത്ര തൊട്ടാവാടിയാണോ? ഒരു കാര്യമില്ലാത്ത കാര്യങ്ങൾക്ക് വാശി പിടിക്കുന്ന ഈ സ്വഭാവം മാറ്റാൻ വേണ്ടിട്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇങ്ങോട്ട് നോക്കിയേ മോഹനേട്ടാ. എന്താ വിളിച്ചേ? മോഹനേട്ടാന്ന്. അപ്പൊ അങ്ങനെ വിളിക്കില്ല നീ പറഞ്ഞല്ലേ? ഇവിടുന്ന് ഭക്ഷണം കഴിക്കില്ലാന്ന് മോഹനേട്ടൻ പറഞ്ഞതല്ലേ? എന്റെ പുന്നാര മോഹനേട്ടനല്ലേ, ഞാൻ എന്റെ മോഹനേട്ടനെ പേര് വിളിക്കുവോ? വിളിച്ചല്ലോ. അത് ചുമ്മാതല്ലേ. സോറി 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 സോറി. വന്നേ, ദോശ വേണ്ടേ? ദോശ പട്ടിക്ക് കൊടുത്തില്ലേ? ചുമ്മാ പറഞ്ഞതല്ലേ. മോഹനേട്ട് പോയതിനേക്കാൾ വേഗത്തിൽ തിരിച്ചു വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ? എടാ, അപ്പോ ഇനി ഒരു തീരുമാനം ഉണ്ടാവണം. ഭാര്യ ഭർത്താവിനെ എന്ത് വിളിക്കണം? എന്തെങ്കിലുമൊക്കെ വിളിക്കട്ടെ, അതാണോ കാര്യം? പിന്നെന്താ കാര്യം? ദോശ. ചോടാ ചിരിക്കും നോക്കൂ. എന്നാലും നീ എന്നെ പേര് വിളിച്ചില്ലേ? എന്തോ മോഹന താവാ.